ഇസ്ലാമിൽ കുടുംബ ബന്ധങ്ങൾ ചേർത്തിണക്കുന്നതിനും ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനും അതീവ പ്രാധാന്യമാണുള്ളത്. സിലത്തുറഹിം അഥവാ രക്തബന്ധം ചേർത്തുപിടിക്കുക എന്നത് കേവലമൊരു സാമൂഹിക മര്യാദയല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ അഥവാ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവും പരലോകവും വിശ്വസിക്കുന്നവൻ തന്റെ കുടുംബബന്ധങ്ങൾ ചേർക്കട്ടെ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തിരക്കുപിടിച്ച ആധുനിക ലോകത്ത് ഫോൺ കോളുകൾക്കപ്പുറം നേരിട്ടുള്ള സന്ദർശനങ്ങൾക്കാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത്. കുടുംബാംഗങ്ങളെ നേരിട്ട് ചെന്ന് കാണുന്നതും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും വഴി പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നു. ബന്ധുക്കളുമായി നല്ല നിലയിൽ വർദ്ധിക്കുന്നവർക്ക് അല്ലാഹു ആയുസ്സിലും ഉപജീവനത്തിലും ബർക്കത്ത്, അനുഗ്രഹം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന ബന്ധുക്കളെ സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. ബന്ധങ്ങൾ മുറിച്ചുമാറ്റുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന കർശനമായ താക്കീത് ഇസ്ലാം നൽകുന്നുണ്ട്. നമ്മെ സന്ദർശിക്കുന്നവരെ തിരിച്ചു സന്ദർശിക്കുക എന്നതിലുപരി നമ്മോട് പിണങ്ങി നിൽക്കുന്നവരോടും ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്തുന്നവനെന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, അല്ലാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി തന്റെ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിലും അവർക്കിടയിൽ സ്നേഹം നിലനിർത്തുന്നതിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.